ഇടയിലും ഇന്ന് ആത്മീയതയെക്കുറിച്ചുള്ള വിലയിരുത്തലുകളുടെ കാലമാണ്. ഓരോ നൂറ്റാണ്ടുകൾ കഴിയുന്തോറും ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നത് വ്യത്യസ്ത നിലപാടിൽ, വ്യത്യസ്ത കാഴ്ചപ്പാടിൽ കാണുകയും ഇന്ന് ഒരു വല്ലാത്ത നിലയിലേക്ക് അത് വന്നെത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി കഴിയുന്ന സമയത്ത് അവൻ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് അവനുണ്ടായി എന്നാണ് നാം വായിച്ചത്. ഏതാണ്ട് 50 മൈൽ അകലെയായി, കരയിൽ നിന്ന് 50 മൈൽ അകലെയായി ഈജൻ കടലിന്റെ നടുവിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. ആ കാലത്ത് റോമൻ ഗവൺമെന്റ് കുറ്റവാളികളെ നാട് കടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ ദ്വീപ്. ഇതിനു മുമ്പും ഇതിനു ശേഷവും അനേകരെ ഈ സ്ഥലത്തേക്ക് നാട് കടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടേക്ക്, ഈ ദ്വീപിലേക്ക് ഒരു പകൽക്കാലം എത്തപ്പെട്ട യോഹന്നാൻ ഉണ്ടായതുപോലൊരു അനുഭവം മറ്റാർക്കും ഉണ്ടായിട്ടില്ല എന്ന് വേണം നാം കരുതാൻ. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പും ഇതിനു ശേഷവും അനേകരെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും സ്തോത്രം, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ആരാധിക്കുവാൻ തയ്യാറായ ദൈവമൈതന് വേണ്ടി ആ ദ്വീപിന്റെ മുകൾ വശത്തുള്ള സ്വർഗം തുറന്നു, ദൈവപുത്രൻ ഇറങ്ങുവാനിടയായി തീർന്നു. The exalted Christ, ഉയർത്തപ്പെട്ട ഉന്നതനായ ദൈവപുത്രന്റെ വെളിപ്പാട് പ്രാർത്ഥിക്കുന്നവന് ലഭിച്ചു എന്നാണ് നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. യോഹന്നാൻ ഇപ്പോൾ തന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് വിശദമായിരിക്കുന്ന ഒരു പഠനം വേദപുസ്തകത്തിൽ തന്നിട്ടില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. താൻ ഒറ്റയ്ക്ക്, ശാരീരികമായും വളരെ ബലഹീനനാണ്. പ്രായാധിക്യത്തിൻ്റെതായ ബലഹീനത തന്നെ അലട്ടുന്നുണ്ട്. മറ്റാരും തന്നെ സഹായിക്കാൻ അവിടെ ഇപ്പോൾ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം വരെയും, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെയും തന്നോടുകൂടെ പാടാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും അതെ സഹായിക്കാനും ഒക്കെ അനേക ദൈവമക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പകൽക്കാലം ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ആരാധനാ ദിവസം മറന്നുപോകുവാൻ തനിക്കിടയായി തീർന്നില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആരാധനയ്ക്ക് പോകുക എന്നുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം ഉണ്ടെങ്കിൽ യോഗത്തിന് പോയേക്കാം എന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ദൈവമക്കൾ പോലും എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ധാരാളം ന്യായീകരണങ്ങളും നമുക്കൊക്കെ പറയാനുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ജോലിയിലെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തി പലപ്പോഴും ആത്മീയമായ വിഷയത്തിൽ നിന്ന് നാം പലപ്പോഴും മാറിപ്പോകുമ്പോൾ സ്തോത്രം, ആധുനികമായിരിക്കുന്ന യാതൊരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് സ്തോത്രം, യേശുക്രിസ്തുവിന്റെ മഹത്വം കണ്ട ദൈവത്തിന്റെ ദാസൻ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിൽ മുഴങ്കാലിനെ മടക്കുന്നതിന് മറന്നുപോയില്ല. അന്ന് പകൽക്കാലം മുഴങ്കാൽ മടക്കിയ ദൈവദാസന്റെ അടുക്കലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വരുവാനിടയായി. ഇന്നെല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിലും ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്ന എത്രയോ ദൈവമക്കൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ട് നോക്കുമ്പോൾ സങ്കടപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ഭാഗം വിഴുകയാണ്. നമ്മൾ പലപ്പോഴും ആരാധന ഏറ്റവും അവസാനമായി, കൂട്ടായ്മ ഏറ്റവും അവസാനമായി കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവപൈതൽ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എനിക്ക് എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും എന്നുള്ളതായിരിക്കട്ടെ.
കോരാപുത്രന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങൾ പറയാനുണ്ട്. എന്നാൽ അവർക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോൾ ദൈവസ്ഥ ചെല്ലുവാൻ ഇടയാകും എന്നോർത്തങ്ങ് കാത്തിരിക്കുകയാണ്. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ മനോഹരത്വവും ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വവും മനസ്സിലാക്കിയ ഞങ്ങൾക്ക് ദൈവാലയത്തിൽ ദൈവസ്ഥയിൽ പോകാതിരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ ദൈവസ്ഥ ചെല്ലുവാൻ എനിക്ക് ഇടയാകുമെന്ന ആഗ്രഹത്തിൽ അവൻ കാത്തിരിക്കുകയാണ്. ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ഇങ്ങനെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം പാർക്കേണ്ടതിനും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ആഗ്രഹം എന്താണ്? ഇന്ന് രാത്രി നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹം എന്താണ്? സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്തോ അതറിഞ്ഞു മാത്രമേ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ആഗ്രഹമില്ലാത്തവരെ സഹായിക്കാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല. സ്തോത്രം. എനിക്കൊരാഗ്രഹമില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകും. ഇന്ന് രാത്രി ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ സ്തോത്രം, അതിനുമേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ചു കൊള്ളണം. ജീവിതത്തിൽ സ്തോത്രം പ്രതീക്ഷയോടെ ആഗ്രഹിച്ചു കൊള്ളുക. ദൈവസന്നിധിയിൽ കാര്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹങ്ങൾ തക്ക സമയത്ത് അവൻ നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആസാമിനോട് ചോദിക്കാം, ആസാമേ, നിന്റെ ആഗ്രഹം എന്താണ്? ആസാം വീട്ടിൽ ഇരുന്ന് ദുഷ്ടന്മാർക്ക് വരുന്ന നന്മകളെ കുറിച്ചും ദുഷ്ടന്മാരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് വിലയിരുത്തി. നമുക്കറിയാം, ആസാമ് വീട്ടിൽ ഇരുന്ന് ഈ വിലയിരുത്തലുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ആകപ്പാടെ വല്ലാത്ത പ്രയാസവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവരുടെ നന്മ കണ്ടപ്പോൾ, അവരുടെ ശരീരത്തിന്റെ തുടുപ്പും വലിപ്പവും അത് കഴിവും ആരോഗ്യവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് തന്നെ പുള്ളിക്കാരൻ പ്രയാസം തോന്നി, തന്നോട് തന്നെ പ്രയാസം തോന്നി. എന്നിട്ട് ആസാ പറയുന്നത്, എന്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥം. ഞാനിങ്ങനെ ദൈവത്തെ സേവിക്കാൻ ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്ക് എന്നാ ഒരു ഗുണം? എന്റെ വീട്ടിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ വല്ലാതെ അവതാളത്തിലാകുന്നു. എന്റെ പിള്ളേരാരും നന്നായി നേരെ ചൊവ്വേ പോകുന്നില്ല. അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ മാർക്കും ഗ്രേഡും ഒന്നും കിട്ടുന്നില്ല. പലപ്പോഴും ഒരു തോറ്റുപോവുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളാണ്. എനിക്കിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ച ജീവിതാനുഭവമാണ് നമ്മുടെ പലപ്പോഴും ജീവിതത്തിലുള്ളത്. പക്ഷേ ആസാം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ദൈവാലയത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ കൊടുത്തു കാണും, നീ ദൈവാലയത്തിലേക്ക് പോകൂ. അവൻ ദൈവാലയത്തിൽ ചെന്നു. ദൈവസ്തുസനെ ചോദിച്ചു, ഇവരുടെ അന്തം എന്താകും ദൈവമേ? ഒരുവന്റെ ആരംഭമല്ല പ്രധാനം, ഒരുവന്റെ അന്തമാണ് പ്രധാനം. ആരംഭം എങ്ങനെയും ആകാം, എന്നാൽ അവസാനം എങ്ങനെ ഇരിക്കുന്നു അതാണ് പ്രസക്തമായിരിക്കുന്ന കാര്യം. സ്തോത്രം. ദൈവം ആസാമിനോട് പറഞ്ഞു, ആസാമേ, നിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നാൽ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി അവിടെ ഉണ്ട്. ആസാം ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത്, അത് ചിന്തിച്ചുകൊണ്ടിരുന്ന മുകളിൽ നിന്ന് താഴോട്ടാണ്. ദുഷ്ടന്റെ മുകളിൽ നിന്ന് ഉച്ച താഴോട്ട് നോക്കി, പക്ഷെ കാണേണ്ടത് കണ്ടില്ല. എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ആസാമേ, നീ ഒരു കാര്യം ചെയ്യേ, ദുഷ്ടന്റെ പാദം ഇരിക്കുന്ന ഇടം നോക്കിയാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സ്തോത്രം. എത്ര വലിയവനായിരുന്നാലും എത്ര ഉന്നതനായിരുന്നാലും നീ ഒരു കാര്യം ഓർക്കണം, അവന്റെ പാദം ഇരിക്കുന്ന ഇടം ശരിയല്ലെങ്കിൽ അവൻ പെട്ടെന്ന് താഴെ വീണു പോകും. ആസാമിന്റെ ദർശനം മാറി, അവന്റെ കണ്ണു തുറന്നു. അവൻ ദുഷ്ടന്റെ പാദത്തിലേക്ക് നോക്കിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ആസാം നിശ്ചയമായും നീ അവരെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്?
അങ്ങനെയെങ്കിൽ നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ദുഷ്ടന്മാരുടെ നന്മ കണ്ടിട്ട് അഹങ്കാരിയോട് അസൂയ തോന്നിയ ആസാഫിന്റെ ജീവിതത്തിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും, എല്ലാം പ്രതികൂലമായി തീർന്നാലും, എല്ലാം ഭാരത്തിലൂടെ പോയിരുന്നാലും, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, കാര്യങ്ങളൊക്കെ നെഗറ്റീവായി തീർന്നാലും, രോഗമായി തീർന്നാലും, എനിക്കൊരു കാര്യം അറിയാം, നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഈ ഉറപ്പുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രതീക്ഷിച്ച പോലല്ല കാര്യങ്ങൾ നടന്നത്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ഇന്ന് രാത്രിയിലും നമുക്കൊരു ഉറപ്പുണ്ട്: എന്റെ ദൈവത്തോടു കൂടെ ഇരിക്കുന്നത്, എന്റെ ദൈവത്തോടുകൂടി അടുത്തിരിക്കുന്നത്, എന്റെ ദൈവത്തോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവസാനത്തിൽ പറയുന്നത്: എന്നെ നിത്യതയിൽ നീ എന്നെ കൈക്കൊള്ളും. സ്തോത്രം. നിത്യതയിൽ എന്നെ കൈക്കൊള്ളും. ദുഷ്ടന്റെ പാദങ്ങളിൽ ഇടറി അവൻ താറുമാറായി വീണു പോകുമ്പോൾ ഒരു ദൈവം എന്നിട്ട് പറയാനുള്ളത്: എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയുണ്ട്. ആ നിത്യതയാണ് എനിക്ക് വലുതായിരിക്കും. ഇന്ന് രാത്രി നിത്യത സുരക്ഷിതമാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവം സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി നിത്യത സുരക്ഷിതമാണ്. ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും, ലോകത്തിലെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്കൊരു ഉറപ്പുണ്ട്. എനിക്കൊരു നിത്യത ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഞാൻ പോകുന്നവനാണ്. ആ ഉറപ്പ് നാം ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ നാം വായിക്കുന്നത്: I was in the spirit on the Lord's day. ഞാൻ കർത്താവിന്റെ ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ഈ ആത്മവിവശതയും ആത്മാവിലാകുക എന്നതും ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഈ വന്ന കാലമായപ്പോൾ ഒരു ഫാഷനായി തീർന്നിരിക്കുകയാണ്. അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പലതിനും സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ആത്മാവിന്റെ അഗ്നിയിൽ ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ ജനം, ആത്മശക്തിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ജനം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനം, കൃപാവരങ്ങളിൽ ജ്വലിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ അതേ ദൈവസഭകൾ. എന്നാൽ ഇന്നോ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്കുള്ളത്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി അതിന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. പെന്തക്കോസ്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മാവിന്റെ ആരാധനയായിരുന്നു. പെന്തക്കോസ്ത് വളർന്നത് തിയോളജിയുടെ വ്യാഖ്യാനങ്ങളിലായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് ഉന്നതന്മാരായ നേതാക്കന്മാരുടെ പാടവ ശൈലിയുള്ള പ്രസംഗമായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് മനോഹരമായ മണിമന്ദിരങ്ങളുടെ മഹത്വം കാട്ടിയല്ലായിരുന്നു. പെന്തക്കോസ്ത് വളർന്നത് ഭൂസ്വത്തുകളുടെ വലിപ്പത്തിലായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് ഡിഗ്രിയുള്ള പാസ്റ്റർമാരുടെ മഹത്വത്തിലായിരുന്നില്ല. പിന്നെയോ പെന്തക്കോസ്ത് വളർന്നത് ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടതിലായിരുന്നു. സ്തോത്രം. മാർത്തോമായിൽ നിന്നും യാക്കോബായിൽ നിന്നും കത്തോലിക്കയിൽ നിന്നും ബ്രദറൻ സമൂഹത്തിൽ നിന്നും നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്കൊരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ: സ്തോത്രം, ഞങ്ങൾക്കൊന്നും പൊക്കിക്കാണിക്കുവാനില്ല, പിന്നെയോ ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഒരു കാര്യമുണ്ട്. ദൈവാത്മാവിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
സ്തോത്രം. ഞാൻ ആത്മവിവശതയിലായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ സഭ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ നമ്മുടെ മുഖം മാറും. സ്തോത്രം. നമ്മുടെ മുഖം പ്രകാശിക്കും. ഇന്ന് ആരാധന കഴിഞ്ഞ് കരിവാളിച്ച മുഖത്തോടെ സഭാഹോൾ വിട്ടിറങ്ങി പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വന്നാൽ സന്തോഷമില്ല, കൈയടിക്കില്ല, പാട്ട് പാടുകയില്ല. സ്തോത്രം. അത് പ്രാർത്ഥിക്കുന്നവന് കുറ്റം, പ്രസംഗിക്കുന്നതിന് കുറ്റം, പാസ്റ്റർക്ക് കുറ്റം, മൂപ്പന് കുറ്റം, സ്തോത്ര കാഴ്ച എടുത്തതിൽ കുറ്റം, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ കരുവാളിച്ച മുഖത്തോടെ ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഇതൊന്നും കാണാൻ കണ്ണില്ലാത്തവനായി കണ്ണടച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർത്തപ്പെട്ടാൽ, നിന്റെ ശരീരത്തിൽ ദൈവക്രമം വ്യാപരിച്ചാൽ, നിന്റെ മുഖത്ത് ദൈവക്രമം വ്യാപരിച്ചാൽ, നിന്റെ ആത്മാവിൽ ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്റെ മനസ്സിൽ ദൈവക്രമം വ്യാപരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ആ ആഴ്ച മുഴുവൻ നിന്റെ ജീവിതത്തിന്റെ വിടുതൽ ദിവസങ്ങളായിരിക്കും. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും സ്വസ്ഥതയില്ല. പിള്ളേർ അനുസരണക്കേട് കാണിക്കും, അവരെ എടുത്തിട്ട് തല്ലും, ജോലി പ്രശ്നം, വണ്ടി കൊണ്ടുപോയി എവിടെങ്കിലും കൂട്ടിയിടിക്കും. അങ്ങനെ ആർക്കും പറയാതിരിക്കട്ടെ. കാരണം ഇതിന്റെ അകത്ത് ദൈവകൃപയുടെ വ്യാപാരം നടന്നില്ല. ഓരോ ആഴ്ചയിലും ആരാധന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ, ഓരോ ദിവസവും ആരാധന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇറങ്ങി പോകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ റിന്യൂവൽ നടക്കുകയാണ്, ഒരു രൂപാന്തരം നടക്കുകയാണ്, ഒരു വിടുതൽ നടക്കുകയാണ്. ആ വിടുതലോടുകൂടെ കടന്നു പോയാൽ പ്രൈസ് ദി ലോർഡ്, ആ ആഴ്ച ആ ദിവസങ്ങൾ മുഴുവനും ദൈവകൃപയിലായിരിക്കും. നീ അവിടെ ദൈവത്തിന്റെ വിടുതലും സൗഖ്യവും നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം കൊടുക്കാം ഇന്ന് രാത്രി. പലപ്പോഴും ആത്മാവിലെ ആരാധനയ്ക്ക് പകരം ഇന്ന് 15-20 പട്ടത്തോടെ എനിക്ക് പേരൊന്നും അടിച്ച് കീറിയേക്കുക. ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ നിന്ന് പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സംഗീത ഉപകരണങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേഷഭൂഷാദികളോ നമ്മുടെ സൂട്ടോ അല്ല ദൈവത്തിന് കാര്യം. ദൈവത്തിന് കാര്യം ഹൃദയം തുറന്ന് അവന് മഹത്വം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത്. സംഗീത ഉപകരണങ്ങളുടെ പുറകിൽ നിൽക്കട്ടെ, ആരാധന മുമ്പിൽ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറയെ കുറിച്ച് ദിവസങ്ങളിൽ വളരെ ഭാരമുള്ളതായിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ ഇങ്ങനെ ഇവിടെ എന്ന് പറയുന്നത് ഞാർക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. 56 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ 38 വർഷം കൊണ്ട് ഈ സുവിശേഷ കോളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതും കണ്ടു, ഇതും കണ്ടു. ഇന്ന് രാത്രി വേദനയോടെ ഒരു കാര്യത്തിനോട് പറയട്ടെ. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നത് നല്ലതാണ്, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ഇതൊക്കെ നല്ലതാണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വീണ്ടും ജനനം നടത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും ജനിക്കുവാനുള്ള ദൂത് നമ്മുടെ സഭകളിൽ നൽകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കാഹളം കേൾക്കുമ്പോൾ തലമുറയില്ലാത്തവരായി ചിലപ്പോൾ ചിലർക്ക് സ്വർഗങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഞാനും നീ എനിക്ക് തന്ന മക്കളും, ഞാനും നീ എനിക്ക് തന്ന വിശ്വാസ സമൂഹവും, ഞാനും നീ എനിക്ക് തന്ന ആട്ടിൻകൂട്ടവും ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ സഭകളിൽ വീണ്ടും ജനനത്തെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വീണ്ടും ജനനത്തെ കുറിച്ച് ക്ലാസ് ഇല്ല. യേശു കർത്താവിന്റെ മുമ്പിൽ ഒരു മാന്യനായ മനുഷ്യൻ വന്നു. രാത്രിയിൽ ആരും കാണാതെ
യേശു കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ മുഖം നോക്കാതെ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം മറ്റൊന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. വീണ്ടും ജനനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. I was in the spirit on the Lord's day. 7 നിലവിളികൾക്കട നടുവിൽ 7 നക്ഷത്രങ്ങൾ കൈ പിടിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശു അന്ന് പകൽക്കാലം യോഹന്നാന്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, ആരാധന ദൈവസന്നിധിയിൽ വെളിപ്പെടുമ്പോൾ യേശുവിനെ കാണാൻ ഇടയാകണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധന, ക്രിസ്തു കേന്ദ്രീകരമായിരിക്കുന്ന ഒരു മിനിസ്ട്രി ദൈവസഭയിൽ നടക്കേണ്ടിയിരിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. യാഗപീഠത്തിന്റെ കൊമ്പും അത് നല്ല തന്നെ. Praise the Lord. സ്തോത്രം. ദാവീദിന്റെ വാളും അത് നല്ല തന്നെ. ദാവീദ് പറക്കിയ കല്ലും കൊള്ളാം. പക്ഷേ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കാതെ ആരാധനയിൽ ഇന്ന് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ നിന്റെ ആരാധന ശൂന്യമാണ്. സ്തോത്രം. Praise the Lord. ഓരോ ആരാധനയും, ഓരോ കൂട്ടായ്മയും, ഓരോ ഫെലോഷിപ്പും കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനെ ജനം കാണുവാൻ ഇടയാകട്ടെ. We beheld his glory, the glory of the Father. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാനാണ് ഇത് പറഞ്ഞത്. ഈ യോഹന്നാൻ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. 30 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ ചെറുപ്പക്കാരൻ, 60-65 കിലോ ഭാരമുള്ള തച്ചന്റെ മകനെന്ന് ലോകം ആക്ഷേപിച്ച ഒരു ചെറുപ്പക്കാരൻ സമൂഹമധ്യേ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അവരെ കണ്ട് പലരും ആക്ഷേപിച്ചു. ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ വേശ്യാപുത്രനാണ്. യേശുവിനെ കുറിച്ച് പരാതികളൊക്കെ ലോകം പറഞ്ഞു. പക്ഷെ യേശുവിനെ അടുത്തറിഞ്ഞവൻ പറയുന്നു, ഞങ്ങൾ അവരെ കണ്ടത് അങ്ങനെയല്ല. ഞങ്ങൾ അവനിലേക്ക് നോക്കിയപ്പോൾ പിതാവിന്റെ തേജസ് അവരിൽ നിന്ന് കാണുകയായിരുന്നു. ആരും എന്തും പറയട്ടെ, ആരും എന്തും പറയട്ടെ, പക്ഷേ ദൈവസന്നിധിയെ കടന്നു ദൈവമൈ